ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്. അതിലെ യൂണിറ്റ് 1 ഹാർമണി ഓഫ് മാർവൽസിലെ 3ാമത്തെ ചാപ്റ്ററായ ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് ആണ് നമ്മളുടെ ഇന്നത്തെ ചാപ്റ്റർ. ഇന്ന് നമ്മളതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റീഡിംഗ്, മലയാളത്തിലുള്ള സ്റ്റോറി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്യും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, റീഡിംഗ്, മലയാളം മീനിങ്സ്, എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2ലാണ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. Traveling always excites us. Here is a brief travel note about a country just across the sea. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വായിക്കാം. What would await an accidental tourist in UAE? I wondered as I came out of the airport into the open air. Yes, I was an accidental tourist. അപ്പോൾ ഇയാൾ ചിന്തിക്കുന്നത് വാട്ട് വുഡ് അവൈറ്റ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഇൻ UAE അപ്രതീക്ഷിതമായിട്ട് വരുന്ന, ആകസ്മികമായി എത്തിച്ചേരുന്ന ഒരു ടൂറിസ്റ്റിനെ, ഒരു വിനോദസഞ്ചാരിയെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിറങ്ങുകയാണ്. യെസ്, ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. ഞാനും ഒരു ആകസ്മികമായി ഇവിടെ എത്തിച്ചേർന്ന ഒരാളാണ്. ഐ ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് മൈ നീസ്. ഞാൻ എവിടേക്ക് പോവാണ്? ഒമാനിലേക്ക് പോവാണ്, എൻ്റെ മരുമകളോട് കൂടിയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട്. ഐ ഹാഡ് ജസ്റ്റ് ക്യൂസ്ഡ് ഇൻ 2 days on my way back home, but 2 days were enough to give me an eyeful and plenty of food for thought. The dense clouds hovering above the wings of the aircraft had already given me an eyeful, and the desert which seemed to stretch endlessly was a spectacle too. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ ഇയാളൊരു ആകസ്മിക സഞ്ചാരിയാണ്, ഒരു അപ്രതീക്ഷിതമായി വന്ന് പെട്ട ആളാണ്. മരുമകളോടൊപ്പം താമസിക്കാൻ വേണ്ടി ഒമാനിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ 2 ദിവസം കഴിഞ്ഞിരുന്നു. പക്ഷേ എന്താ പറയുന്നത്? ഗിവ് മീ ആൻ ഐഫുൾ ആൻഡ് പ്ലെൻറ്റി ഓഫ് ഫുഡ് ഫോർ തോട്ട് എന്ന് പറയുന്നുണ്ട്. ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ തരൂ. ആൻഡ് ദ ഡെൻസ് ക്ലൗഡ്സ് ഹവറിങ് അബൌട്ട് ദ വിങ്സ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഹാഡ് ഓൾറെഡി ഗിവൺ മീ ആൻ ഐഫുൾ. അപ്പോൾ ആ മേഘങ്ങൾ ഓൾറെഡി എനിക്ക് നനയാനുള്ള, അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ചിറകുകൾക്ക് മുകളിൽ തങ്ങി നിൽക്കുന്ന ആ മേഘങ്ങൾ ഇതിനകം തന്നെ എനിക്ക് എന്ത് തന്നു കഴിഞ്ഞു? ഐഫുൾ, കണ്ണുനീർ നൽകി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ എന്നൊക്കെ നമുക്കിതിനെ പറയാം. ആൻഡ് ദ ഡെസേർട്ട് വിച്ച് സീംഡ് ടു സ്ട്രെച്ച് ഇൻഡ്ലെസ്ലി വാസ് എ സ്പെക്ടാക്കിൾ ടു. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്ന ആ ഒരു മരുഭൂമിയുടെ കാഴ്ച, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. The long drive in my friend Ashokan's car from Ras Al Khaimah to Abu Dhabi was a memorable experience. അപ്പോൾ ഫ്രണ്ട് അശോകൻ്റെ കാറിൽ റാസ് അൽ ഖൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്നത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വി നെവർ ഗോട്ട് ടയർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. ഞങ്ങൾ എന്ത് ചെയ്തില്ല? ടയർഡായേ ഇല്ല. അതായത് ബീച്ചൊക്കെ എത്തുന്ന സമയത്ത് നിർത്തി അതെല്ലാം കണ്ടിട്ടാണ് പോണത്. The sea had the same serene appearance everywhere. എല്ലാവിടെയും കടലിന് ഒരേ ശാന്തതയായിരുന്നു. എല്ലാ കടലിനും ഒരേ ശാന്തത. One feels a kind of heavenly bliss at these quiet beaches. ഒരുതരം സ്വർഗീയ ആനന്ദമായിരുന്നു ആ ഓരോ ബീച്ചും കാണുമ്പോൾ അനുഭവപ്പെട്ടത്. അറ്റ് സ്വീഹാൻ ഇൻ അബുദാബിയിലെ സ്വീഹാനിൽ കേട്ടോ. ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അപ്രതീക്ഷിതമായിട്ടൊരു സൈറ്റ് ഞാൻ കാണുകയാണ്, ഒരു കാഴ്ച. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. എന്താണ് നൂർ അബുദാബി എന്ന സോളാർ പവർ പ്ലാന്റിലേക്കുള്ള പ്രവേശന കവാടം, എൻട്രൻസ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? അത് ഒരു സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണ്. ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണ് ലോകത്തിലെ തന്നെ. പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് 1.2 GW ഓഫ് പവർ. 1.2 GW ഓഫ് പവർ ആണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. പക്ഷേ വിനോദസഞ്ചാരികൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് വിത്ത് ദ മാഗ്നിഫിഷ്യൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ്. ദ പ്ലാന്റ് ഹാസ് എൻ അമേസിംഗ് 3.2 million സോളാർ പാനൽസ്. അപ്പം നെറ്റിൽ കാണുന്ന ആ പിക്ചർ കണ്ട് ഞാൻ സാറ്റിസ്ഫൈ ആയി. ഉള്ളിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് 3.2 million സോളാർ പാനൽസ് ആണ് അതിനകത്തുള്ളത്. ഐ വിഷ് ടൂറിസ്റ്റ് വർ ഗിവൺ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാന്റ്. അപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ് ടൂറിസ്റ്റിന് അതിനകത്തേക്ക് ഒരു കാഴ്ച കാണാൻ വേണ്ടി അതിനകത്തേക്ക് അലോ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. അപ്പോൾ വേറെ ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് അല്ലേ, ഉയരം കൂടിയ കെട്ടിടം ബുർജ് ഖലീഫ കാണാൻ എനിക്ക് സാധിച്ചു.
ക്ലൈംബിങ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അതിൽ കയറുന്നത് നമ്മൾ ലോകത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ എത്തുന്നത് പോലെ നമുക്ക് തോന്നും. ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. എ ബോട്ട് റൈഡ് അറ്റ് ബുർജ് ദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ബുർജ് ഖലീഫയിൽ കയറുന്നത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കയറിയില്ല. വൈകുന്നേരങ്ങളിൽ ബുർജ് ദുബായിൽ ഒരു ബോട്ട് യാത്ര, അതൊരു കൗതുകകരമായ അനുഭവമായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചു. The dazzling lights and their reflections on the creek give you a feeling of being out of the world. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആ ഒരു മിന്നുന്ന ലൈറ്റുകളും അതിൻ്റെ പ്രതിഫലനങ്ങളൊക്കെ ലോകത്തിൽ നിന്ന് നമ്മൾ എവിടെയോ പുറത്താണെന്ന് നമുക്കൊരു തോന്നൽ അനുഭവപ്പെടും. നമ്മൾ വേറെ ഏതോ ലോകത്ത് പോലെ നമുക്ക് ഫീൽ ആവും. It was only matched by a ride on the metro from Al Nahda to Stadium. Watching the landscape from a train is always entertaining, but here was a landscape totally different from anything I had ever seen. അപ്പോൾ ഈ പറയുന്ന പോലെ ട്രെയിനിൽ നിന്ന് നോക്കുമ്പോഴുള്ള പ്രകൃതി ദൃശ്യങ്ങൾ അതിനു മുമ്പ് അൽ നഹദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള ഒരു മെട്രോ യാത്രയാണ്. അപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് പ്രകൃതി ദൃശ്യങ്ങളെല്ലാം വളരെ രസകരമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. അതായത് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബട്ട് നത്തിങ് മാച്ച്ഡ് ദ ലൂവർ അബുദാബി മ്യൂസിയം, എ മാർവൽ ബൈ എനി സ്റ്റാൻഡേർഡ്. പക്ഷേ ലൂവർ അബുദാബി മ്യൂസിയമായിട്ട് അത്രയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വളരെ ഭംഗിയുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. ഇറ്റ് ഹൗസസ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമൈൻസ്. അപ്പോൾ ലോകത്തിലെ തന്നെ മികച്ചതായിട്ടുള്ള ആകർഷകമായിട്ടുള്ള പല പുരാവസ്തു അവശിഷ്ടങ്ങളും അവിടെ ഉണ്ട്. പെയിൻറ്റിങ്ങുകളുണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്, അതർ ആർട്ടിഫാക്ട്സ്. അപ്പോൾ ഒരുപാട് പുരാവസ്തു അവശിഷ്ടങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, മറ്റ് കലാസൃഷ്ടികളെല്ലാം അവിടെ സൂക്ഷിച്ചിരുന്നു. Louvre Museum. It carries the name of the famous Louvre Museum in France on an agreement. It has also rented more than 300 pieces from the Louvre for display. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അവിടെ 300-ലധികം കലാസൃഷ്ടികൾ പ്രദർശനത്തിനായിട്ട് എന്തുണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഐ തോട്ട് ഇറ്റ് ടെറിബ്ലി അൺലക്കി ഓഫ് മീ ടു ഹാവ് സ്പെൻറ്റ് ഓൺലി ഹാഫ് എ ഡേ ഇൻ ദ മ്യൂസിയം. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പകുതി ദിവസം മാത്രമേ അദ്ദേഹത്തിന് അവിടെ ചെലവഴിക്കാൻ സാധിച്ചുള്ളൂ. അത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് കരുതുകയാണ്, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്തത് കേട്ടോ. ഐ വുഡ് ഹാവ് ലവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്, ഒരു ആഴ്ചയെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ഓൺ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് ടു കാലിക്കട്ട്, അങ്ങനെ അദ്ദേഹം തിരിച്ച് കോഴിക്കോട് കാലിക്കട്ടിലേക്കുള്ള വിമാനത്തിൽ കയറാൻ വേണ്ടി പോകുന്നു. ഐ വിഷ്ഡ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് കൂടുതൽ സമയം ഇനി ഇവിടെ സന്ദർശനത്തിന് എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് 2 weeks, ഒരു 2 ആഴ്ചയെങ്കിലും. അനദർ ടൈം, ഇനി വരുന്ന സമയത്ത് 2 ആഴ്ചയെങ്കിലും മറ്റൊരിക്കൽ വരുമ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം കാലിക്കട്ടിലേക്ക് പോവുകയാണ്. ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗൈൻ, യു നെവർ നോ. എനിക്കിനി ഒരു അവസരം ലഭിച്ചേക്കാം, നിങ്ങൾക്കറിയില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോറിയാണ്, വേറൊരു രാജ്യം കാണാൻ പോയ ഒരാളുടെ ഒരു സ്റ്റോറി. അപ്പം നമുക്കിനി ഇതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്ന് നോക്കാം. വൈ ഡസ് ദ ഓഥർ സേ ദാറ്റ് ഹി ഹാഡ് എക്സ്ക്യൂസ്ഡ് ഇൻ 2 days? Answer: he had been to Oman to stay with his niece, so he says that he had just excused in 2 days on his way back home. അടുത്ത ചോദ്യം, why does the author say one feels a kind of heavenly bliss at these quiet beaches? They never got tired of stopping and venturing out into the beach. The sea had the same serene appearance everywhere. So the author feels a kind of heavenly bliss at these quiet beaches. അടുത്ത ചോദ്യം, why did the author have to satisfy himself with the photographs on the net? Noor Abu Dhabi Solar Power Plant is the largest single-site solar power plant in the world. Tourists are not allowed inside, so he had to satisfy himself with the magnificent photographs of the power plant on the net. അടുത്ത ചോദ്യം, what does the author mean by a feeling of being out of the world? A boat ride at Bur Dubai late in the evening was a fascinating experience. The dazzling lights and their reflections on the creek gave him a feeling of being out of the world. അടുത്ത ചോദ്യം, why did the author think he was unlucky in his visit to the Louvre Museum? He could spend only half a day in the Louvre Abu Dhabi Museum. He loved to spend at least a week there. So the author thinks he was unlucky in his visit to the Louvre Museum. അപ്പോൾ ഇത്രയുമാണ് ചോദ്യോത്തരങ്ങൾ. അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ആക്ടിവിറ്റീസ് പറയുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.